നമസ്കാരം. ന്യൂസിലേക്ക് സ്വാഗതം. കുളത്തൂപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പുതിയ പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പഴയ പാലം സ്ഥിതി ചെയ്യുന്ന അമ്പലക്കടവ് ഭാഗത്ത് പാലത്തിന്റെ മുൻവശത്തെ കുറച്ച് ഭാഗം, റോഡിന്റെ കുറച്ച് ഭാഗവും വെയിറ്റിംഗ് ഷെഡ് ഉൾപ്പെടെയുള്ള ഭാഗവും JCB ഉപയോഗിച്ച് ഇടിച്ചു നിരത്തുവാനുള്ള ശ്രമം നടന്നിരുന്നു. ആറ്റിലേക്ക് ഇറങ്ങുന്നതിനുള്ള പടിക്കെട്ടുകൾ അവര് JCB ഉപയോഗിച്ച് ഇടിച്ചു നിരത്തി മണ്ണിട്ട് മൂടി. ഇത് ശ്രദ്ധയിൽപ്പെട്ട ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് മാധവൻപിള്ള, സെക്രട്ടറി അനിൽകുമാർ അമ്പാടി, വൈസ് പ്രസിഡന്റ് ലക്ഷ്മി ആർ എന്നിവരുടെ നേതൃത്വത്തിൽ തടയുകയും നിലവിൽ ക്ഷേത്രത്തിൽ 1-ാം തീയതി മുതൽ ഉത്സവം ആരംഭിക്കുകയാണ്. ഉത്സവം ആരംഭിക്കുമ്പോൾ എഴുന്നള്ളത്ത് ഉൾപ്പെടെയുള്ള സമയങ്ങളിൽ കുളത്തൂപ്പുഴ അമ്പലക്കടവ് ഭാഗത്ത് വലിയ ജനത്തിരക്കുണ്ടാവുകയും ഇപ്പോൾ ഈ പാലത്തിന്റെ മുൻവശത്തെ ഭാഗം JCB കൊണ്ട് ഇടിച്ചു നിരത്തിയാൽ ആ ഭാഗത്ത് ജനങ്ങൾ അപകടത്തിൽപ്പെടുന്നതിനുള്ള സാധ്യത കൂടുതലാണെന്നും ആയതിനാൽ ഉത്സവം കഴിഞ്ഞതിന് ശേഷം 19-ാം തീയതി ഉത്സവം തീർന്നതിന് ശേഷം ഈ ഭാഗത്തെ കട്ടിങ് JCB ഉപയോഗിച്ച് ഇടിക്കാവൂ എന്നുമാണ് ഉപദേശക സമിതിയുടെ ആവശ്യം. വരുമ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ തൽക്കാലം അവർ പാലം അവിടെ ഇടിച്ചു തുടങ്ങി. അത് ഞങ്ങൾ തടഞ്ഞു. ഉപദേശക സമിതി അതിൽ ഇടപെട്ടു. ഉപദേശക സമിതിയിൽ സെക്രട്ടറിയും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും എല്ലാവരും കൂടെ വന്ന് ആണ് ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുന്നത്. രാത്രി കാലങ്ങളിൽ ഇനി അവർ ഇടിക്കുകയോ മറ്റോ ചെയ്യുമോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. അതിനൊരു പരിഹാരം ഉണ്ടാകും. ഈ പാലം പണി തുടങ്ങിയതിന് ശേഷം വളരെ ഒച്ചിടയുന്ന രീതിയിലാണ് ഈ പാലം പണി നടന്നുകൊണ്ടിരിക്കുന്നത്. കേവലം ഇത്രയും വലിയ ഒരു പ്രോജക്റ്റ് നടക്കുമ്പോൾ 1, 2, 3 തൊഴിലാളികൾ മാത്രമായി പണിഞ്ഞുകൊണ്ട് ഏകദേശം 1.5 വർഷക്കാലമായി ഇതിവിടെ ആരംഭിച്ചിട്ട് ഇപ്പോഴും ഇത് ഇഴഞ്ഞു നീങ്ങി ഒരു കാലത്തും ഇത് തീരുന്ന മട്ടില്ലാത്ത രീതിയിലാണ്. എന്നാൽ ഇപ്പോൾ ഈ ക്ഷേത്രത്തിലെ ഉത്സവം, മേടവിഷു മഹോത്സവവും സപ്താഹവും എല്ലാം ചേർന്ന് നമ്മുടെ ഏപ്രിൽ 1 മുതൽ ഉത്സവം ആരംഭിക്കുകയാണ്. ഏകദേശം 15-16 ദിവസക്കാലം നടക്കുന്ന ഉത്സവത്തിൽ പ്രത്യേകിച്ച് ഇവിടുത്തെ എഴുന്നള്ളത്ത് എന്ന് പറയുന്നത് വളരെ ജനക്കൂട്ടം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, എത്തിച്ചേരുന്ന ഒരു ഉത്സവമാണ്. ആ സമയത്ത് ഇപ്പോഴുള്ള സ്ഥല സൗകര്യങ്ങൾ തന്നെ വളരെ നമുക്ക് അപര്യാപ്തമാണ്. അത് നമ്മൾ വളരെ പ്ലാനിങ്ങോടുകൂടി ഒരുക്കങ്ങളോടുകൂടിയാണ് ഈ ഉത്സവം നമ്മൾ വിജയിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ കോൺട്രാക്ടർ ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ പാലം പണി നടത്തുന്ന അധികാരികൾ എല്ലാവരും ചേർന്ന് ഇന്നേ ദിവസം നമ്മൾ നിരന്തരമായി ഈ പാലം പണിയുടെ ഈ ഉത്സവ സമയത്ത് ഇവിടെ അസൗകര്യങ്ങൾ CI ഉൾപ്പെടെ പോലീസ് അധികാരികൾ ഉൾപ്പെടെ നമ്മൾ ബോധ്യപ്പെടുത്തി, നമ്മുടെ കോൺട്രാക്ടർ ഉൾപ്പെടെ എല്ലാവരെയും ബോധ്യപ്പെടുത്തിയതാണ്. അതുടനെ എങ്ങും ചെയ്യില്ല, അത് നമുക്ക് ഉത്സവം കഴിഞ്ഞ് നടക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ പെട്ടെന്ന് തൊഴിലാളികൾ വന്നിട്ട് ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന പ്രവേശന കവാടത്തിൻ്റെ അവിടം മുതൽ റോഡിനോട് ചേർന്നുള്ള ഭാഗം മുഴുവനായി ഇടിച്ചു നിരത്തി പാലം പണി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസ്ഥയിലേക്ക് തുടങ്ങി. അപ്പോൾ അത് വളരെ ഭീഷണമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും. വരുന്ന ഉത്സവത്തിൽ വളരെ സ്ഥലപരിമിതി ഉണ്ടാകും. അതോടൊപ്പം ജനങ്ങളുടെ തിരക്ക് മൂലം ആൾക്കാർ ഇവിടുന്ന് പുറകിൽ ഈ കുഴിയിലേക്ക് വരുന്ന അഗാധ ഗർത്തത്തിലേക്ക് കടന്നു വീഴുവാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് തടഞ്ഞ് നാട്ടുകാരുൾപ്പെടെ ഉപദേശക സമിതി ഉൾപ്പെടെ എല്ലാവരും ചേർന്ന് തൽക്കാലം അതോടെ നടത്തിരുന്ന തൊഴിലാളികളോട് പറയും. അവർ ആ ഒരു കാരണം കൊണ്ട് പിന്മാറി നിൽക്കുന്നു. എന്നാൽ ഇന്ന് രാത്രിയോ വരും സമയത്തോ അവരത് ബാക്കി ചെയ്യും എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതുകൊണ്ട് എല്ലാവരുമായി ചേർന്ന് അതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതുപോലെ കുഴിച്ച് വലിയ ബുദ്ധിമുട്ടി കിടക്കുക. എത്ര കുഴിയാന്നറിയാം. ഞങ്ങൾ പല ആവർത്തി പറഞ്ഞ് അപ്പുറം വേലി വെച്ച് തരാന്ന് പറയുന്നല്ലേ ഇതുവരെ അവർ വെച്ച് തന്നിട്ടില്ല. അപ്പോഴും അവർ പറയുന്നത് ഇത് പൊളിച്ചിട്ട് ഇനി ഇവിടെ വേലി വെച്ച് തരാന്നൊരു പാഴ്വാക്ക് പോലെ പറയുകയാണ്. നമ്മൾ മീനുകളെ സംരക്ഷിക്കാൻ പറ്റുന്നില്ല, ഇവര് മണ്ണെല്ലാം കൂട്ടി വെച്ച് നമുക്ക് അതിന് പറ്റുന്നില്ല. മീൻ മുകളിലുണ്ട്, പക്ഷെ ആ മീനുകൾ താഴോട്ട് വന്ന് അതിന് മുകളിലോട്ട് പോകാനുള്ള വെള്ളമില്ല. ചില മീനുകൾ അറിയാതെ ഒഴുക്കിൽപ്പെട്ട് വന്നിട്ട് തിരിച്ച് ഇവിടെ ചൂടുവെള്ളമാണ്, അത് മരിച്ചു. അപ്പം തിരിച്ച് കയറാൻ പറ്റത്തില്ല, ഇങ്ങനെയുള്ള അവസ്ഥ പറ്റത്തില്ല, ആഴമില്ല. അങ്ങനെ മീനുകൾ ഒരുപാട് ചത്തുപോകും. നമ്മുടെ വിശ്വാസം അനുസരിച്ച് ഞങ്ങൾക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ അവർ ഈ ഇറങ്ങി പോകുന്ന ആൾക്കാർ വന്നാൽ കുളിക്കാൻ പോകുന്ന അവിടെ ആ സ്റ്റെപ്പെല്ലാം അവർ നമ്മൾ കണ്ടതുപോലില്ല, അവർ ഒറ്റയടി ഇടിച്ചു കളഞ്ഞു. അത് കഴിഞ്ഞ് അവരിപ്പോൾ ഈ കടക്കാരെ പൊളിപ്പിച്ചു. അതൊക്കെ കടക്കാർ ഇവിടെ പണി നടക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്, അവരെ പൊളിപ്പിച്ചോട്ടെ. പക്ഷെ ഇത്രയും സ്ഥലം കൂടി അവർ മാറ്റുമെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. ഉപദേശക സമിതി അറിയിച്ച പ്രകാരം കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ബീവിയും കുളത്തൂപ്പുഴ സർക്കിൾ ഇൻസ്പെക്ടർ അജേഷ് എന്നിവർ സ്ഥലത്തെത്തി പാലത്തിന്റെ നിർമ്മാണ ചുമതല വഹിക്കുന്നവരുമായി നടത്തിയ ചർച്ചയിൽ ഉത്സവം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിർമ്മാണം നടത്തുകയുള്ളൂ എന്നും പാലത്തിന്റെ ഇപ്പുറത്തെ ഭാഗവും അപ്പുറത്തെ ഭാഗവും വലിയ കുഴിയായി രൂപപ്പെട്ട് ആ ഭാഗത്ത് വലിയ വേലി കെട്ടിക്കൊണ്ട് ആളുകൾ അപകടപ്പെടാതെ ഇരിക്കാനുള്ള സജ്ജീകരണം ഒരുക്കാമെന്നും അറിയിച്ച് എന്തായാലും പ്രതിഷേധം അവസാനിപ്പിച്ച സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. പുനലൂരുകാരനാണ്.
വിളിച്ച് പറയാം സാറേ. കോൺട്രാക്ടറെ നമ്പർ എനിക്ക് കൊടുത്തില്ലേ, ഞാനിവിടെ ബന്ധപ്പെട്ട് സംസാരിക്കും. എന്തെങ്കിലും രീതിയിൽ ഇടിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ പോലീസ് അറിയിക്കുന്നത് ചെയ്യാം. അത്രയേ ഉള്ളൂ. 19-ാം തീയതിക്ക് ശേഷം ആയിക്കോട്ടെ, ഉത്സവം നടക്കട്ടെ. ആയിക്കോട്ടെ. അപ്പോൾ ആ സ്ഥലത്ത് ഈ ആൾക്കാർ കുടുംബം അറിയാനുള്ള അത് നമ്മൾ ഒരു നല്ലോണം വേലി കെട്ടാം. കേട്ടോ, അത് ഇരിപ്പോട്ടെ, അത് ചെയ്ത് കൊടുക്കാം. കിട്ടുന്ന സമയത്ത് ശരി, ആയിക്കോട്ടെ സാറേ. സാറിൻ്റെ നമ്പർ ആ സ്റ്റെപ്പെല്ലാം ഇടിച്ചു കളഞ്ഞു കേട്ടോ. അത് സ്റ്റെപ്പ് ഇടിച്ചിട്ടില്ല, മണ്ണിട്ടിട്ടേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ ആറ്റിലോട്ട് ഇറങ്ങാൻ വഴിയില്ല. വിഷു കണി കാണാൻ ആൾക്കാർ വരുന്നില്ല. നമുക്ക് ആൾക്കാർ ആ സ്ഥലം വേലി കെട്ടി തരാന്ന് പറയുന്നത്. സ്റ്റെപ്പിന്റെ മണ്ണിലിരിക്കാൻ സ്റ്റെപ്പിന്റെ ന്യൂ ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ശരത് കുളത്തൂപ്പുഴ.